സിനിമാ സമരവുമായി മുന്നോട്ടു പോകാൻ ഫിലിം ചേംബറിന്റെ തീരുമാനം. മാർച്ച് ആദ്യവാരം സൂചനാ പണിമുടക്ക് നടത്താനാണ് അവരുടെ ആലോചന. മാർച്ച് 25 ശേഷം പുതിയ സിനിമകളുമായി കരാറിൽ ഏർപ്പെടരുത് എന്നാണ് ഫിലിം ചേംബർ സംഘടനകൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അശ്വിൻ പാലാടി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, സിനിമാ രംഗത്ത് ഈ സമരം നടക്കും എന്ന് ഏതാണ്ട് ഉറപ്പായോ? SKN സമരവുമായി മുന്നോട്ട് പോകാനുള്ള ഉറച്ച തീരുമാനത്തിലാണ് നിലവിൽ ഫിലിം ചേംബർ ഉള്ളത്. കഴിഞ്ഞ ദിവസം ഫിയോക്കിന്റെയും ഒപ്പം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെയും ഒരു യോഗം കണ്ണൂരിലും കൊച്ചിയിലുമായി നടന്നിരുന്നു. ഇതിൽ ഫിലിം ചേംബറിന്റെ ഈ സമരത്തിന്റെ നേതൃത്വം കൈമാറാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇനി മുന്നിൽ നിന്ന് നയിക്കുക ഫിലിം ചേംബർ ആയിരിക്കും. മാർച്ച് 5 കൊച്ചിയിൽ എല്ലാ സംഘടനകളുടെയും ഭാരവാഹികളെ വിളിച്ചുകൊണ്ടൊരു യോഗം ഫിലിം ചേംബർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ യോഗത്തിലായിരിക്കും സൂചനാ പണിമുടക്കിന്റെ തീയതി പ്രഖ്യാപിക്കുക. മാർച്ച് ആദ്യവാരം സൂചനാ പണിമുടക്ക് നടത്തണം എന്നുള്ളതാണ് വിവിധ സംഘടനകൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരുപക്ഷെ മാർച്ച് അവസാനത്തോടുകൂടി ഉണ്ടാവണമെന്നൊരു അഭിപ്രായം കൂടി സംഘടനകൾ ഉയർത്തുന്നുണ്ട്. എന്തായാലും അതിലൊരു തീരുമാനം മാർച്ച് 5 ഒപ്പം സർക്കാരിനെ സമീപിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ ഫിലിം ചേംബർ ഭാരവാഹികൾ അറിയിച്ചിരുന്നു. ഏറ്റവും പ്രധാനമായി ഈ സമരത്തിന് കാരണമായി അവർ ഉയർത്തിക്കാണിക്കുന്നത് GSTയും അതിന് പുറമേ വരുന്ന വിനോദ നികുതിയുമാണ്. അങ്ങനെ ഇരട്ട നികുതി കൊടുക്കേണ്ടി വരുമ്പോൾ ഭാരിച്ച സാമ്പത്തിക ചിലവാണ് നിർമ്മാതാക്കൾക്ക് വരുന്നത്. ഈ നികുതിയുടെ കാര്യത്തിൽ ഇളവ് വേണം എന്നാവശ്യപ്പെട്ട് സർക്കാരിന് ഒരു കത്ത് നേരത്തെ തന്നെ നൽകിയതാണ്. അത് ഒന്നുകൂടി സർക്കാരിനെ നേരിൽ കണ്ട് ഇക്കാര്യങ്ങൾ അറിയിക്കാൻ നേതാക്കൾ ചേംബറിന്റെ ആളുകൾ സർക്കാരിനെ കാണുന്നുണ്ട്. ഒപ്പം അമ്മയുടെ തീരുമാനം കൂടി താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട്. എന്തായാലും ഇതൊക്കെ പരിഹാരമാവുന്നിടത്തോളം കാലം സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ചേംബറിന്റെ തീരുമാനം. SK